ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് റാഷ് ഗെയിമിംഗ്. മച്ചന്മാരെ എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സോ ഇന്ന് നമ്മുടെ ഗെയിമിൽ മെയിൻ്റനൻസ് ഒക്കെ കഴിഞ്ഞ് ഗെയിം ഓപ്പണായി. ഓക്കെ, സോ നമ്മൾ ഇന്നത്തെ മെയിൻ്റനൻസിന് ശേഷം നമുക്ക് വന്നിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ എല്ലാവരും മാക്സിമം കാണുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ പുതിയ ചാനലാണ്, അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് വേണം നമ്മുടെ ഈ ചാനലിൻ്റെ വളർച്ചയ്ക്ക്. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. സോ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ആയിട്ട് പറയാനുള്ളത് ഈ ഒരു ഇൻ്റർഫേസാണ് നമുക്ക് ചേഞ്ച് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ലയണൽ മെസ്സിയും ലാമിൻ യമാലിൻ്റെയും ഇങ്ങനെയുള്ളൊരു പിക്കൊക്കെ വെച്ചിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഇൻ്റർഫേസാണ് ഫസ്റ്റായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, അടുത്തൊരു സംഭവമാണ് നമ്മളെല്ലാവരും കാത്തിരുന്ന ഈ ഒരു നമ്മുടെ ലെജൻഡ് പെലയുടെ ഈ ഒരു പാക്ക് ഇന്ന് അവൈലബിൾ ആണ്. സോ നല്ല അടിപൊളിയായിട്ടുള്ളൊരു പാക്ക് തന്നെയാണ് കൊനാമി നമുക്ക് തന്നിട്ടുള്ളത്. നമുക്ക് പെലയുണ്ട്, ജഹാൻ ക്രൈഫ് ഉണ്ട്, പുസ്കാസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ പെലയുടെ നല്ല വർത്തായിട്ടുള്ളൊരു കാർഡ് തന്നെയാണ്. പ്ലേയിങ് സ്റ്റൈൽ വരുന്നത് ഡീപ് പ്ലേയിങ് ഫോർവേഡാണ്. എന്താ പറയുക, ഗോൾ പോച്ചറല്ല, ഡീപ് പ്ലേയിങ് ഫോർവേഡാണ്. എന്നാലും കുഴപ്പമില്ല, കുറച്ച് ഇറങ്ങി കളിക്കുന്നേ ഉള്ളൂ. ബാക്കി എല്ലാ ആട്രിബ്യൂട്ടുകളും നല്ല അടിപൊളിയായിട്ടുള്ള ആട്രിബ്യൂട്ട്സാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഫിനിഷിംഗ് ആയാലും അതുപോലെ തന്നെ പാസിങ്, ബോൾ കൺട്രോള് എല്ലാം നല്ല അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഡബിൾ ബൂസ്റ്റർ ആയതുകൊണ്ട് പിന്നെ നമുക്ക് സ്കിൽസ് ഡബിൾ ടച്ച് ഉണ്ട്, ഹെഡിങ് ഉണ്ട്, ഫസ്റ്റ് ടൈം ഷോട്ട്, ഫിനോമിനൽ ഫിനിഷിങ് ആൻഡ് ഫിനോമിനൽ പാസ്. ഇത് രണ്ടുമാണ് ഹൈലൈറ്റ് ആയിട്ടുള്ള സ്കിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ കോയിൻസ് ഉള്ളവരൊക്കെ കറക്കാൻ നോക്കുക. നല്ല അടിപൊളിയായിട്ടുള്ള കാർഡാണ്. പിന്നെ ജൊഹാൻ ക്രൈഫ് ഉണ്ട്. ജൊഹാൻ ക്രൈഫിൻ്റെ ഹോൾ പ്ലെയറാണ്, നമുക്ക് എല്ലാ പൊസിഷനിലും കളിപ്പിക്കാം. സെൻറ്റർ ഫോർവേഡ്, സെക്കൻഡ് സ്ട്രൈക്കർ, റൈറ്റ് വിങ്, ലെഫ്റ്റ് വിങ്, AMF, CMF ഇവിടെ എല്ലാം കളിപ്പിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഹോൾ പ്ലെയറാണ്. പിന്നെ ഉള്ളത് പുസ്കസിൻ്റെ ഈ ഒരു കാർഡാണ്. ഇത് വരുന്നത് പോച്ചർ കാർഡാണ്, അതായത് ഫോക്സ് ഇൻ ദ ബോക്സ് പ്ലേയിങ് സ്റ്റൈലുള്ള കാർഡാണ് വരുന്നത്. അടിപൊളി കാർഡ് തന്നെയാണ്. അപ്പോൾ എന്തായാലും വെർത്തായിട്ടുള്ളൊരു പാക്ക് തന്നെയാണ് കൊനാമി നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ കോയിൻസൊക്കെ ഉള്ളവർ കറക്കാൻ നോക്കുക, പ്ലേയേഴ്സിന് എടുക്കുക. കോയിൻസൊക്കെ ഒരുപാട് പേരത്ത് കുറവായിരിക്കും, കാരണം കഴിഞ്ഞ വീക്ക് നമുക്ക് മാൽദീനയുടെ പാക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. കൊനാമി എല്ലാവരെയും മൂചിച്ചതാണ്, അതുകൊണ്ട് കോയിൻസൊക്കെ കുറവായിരിക്കും. സോ എടുക്കണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ എടുക്കുക. ഓക്കെ, പിന്നെ മെയിനായിട്ടുള്ള ഒരു സംഭവം നമ്മുടെ ക്ലബ് ഇൻ്റർനാഷണൽ കപ്പ്, അതിൻ്റെ പ്ലെയർ ഓഫ് ദ വീക്ക് ആണ്. നല്ല അടിപൊളി കളിക്കാരൊക്കെ ഉണ്ട്. കോൾ പാൽമർ ഉണ്ട്, പിന്നെ കിലിയൻ എംബാപ്പെ, എസ്താവോ, പിന്നെ അഷ്റഫ് ഹക്കീമി, ഒസ്മാൻ ഡെമ്പലെ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒസ്മാൻ ഡെമ്പലേൻ്റെ ഒരു സൂപ്പർ സബ് കാർഡ് വരാൻ ചാൻസ് ഉണ്ടെന്നുള്ളത്. അതുപോലെ സംഭവിച്ചിട്ടുണ്ട്. ഒസ്മാൻ ഡെമ്പലേൻ്റെ സൂപ്പർ സബ് കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാം നല്ല വർത്തായിട്ടുള്ള കാർഡാണ്. നമുക്ക് പിന്നെ ഒരു ഫ്രീ സ്പിന്ന് കൂടെ കിട്ടുന്നുണ്ട്. നമുക്ക് ടൂർണമെൻറ്റ് കളിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫ്രീ സ്പിൻ ഇതിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പ്ലേയേഴ്സിന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്കി എടുക്കാം. കുഴപ്പമില്ലാത്തൊരു പാക്ക് തന്നെയാണ് പ്ലെയർ ഓഫ് ദ വീക്കിൻ്റെ. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബിഗ് ടൈമിൻ്റെ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ബിഗ് ടൈമിൻ്റെ ഒരു പാക്ക്. അപ്പോൾ ഇത് എല്ലാവരും കറക്കി നോക്കാം. നിങ്ങൾക്ക് ആരൊക്കെ കിട്ടിയെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ ഏതായാലും കറക്കിയിട്ടില്ല, ഒന്ന് കറക്കണം. ആ കറക്കുന്നതിൻ്റെ ഒരു വീഡിയോയും കൂടി ഞാനിടാൻ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ഒന്ന് കൊനാമി കൊണ്ടുവന്നിട്ടുള്ളതാണ്. നമുക്കിപ്പോൾ ഈ ബിഗ് ടൈം തന്ന പോലെ തന്നെ നമുക്ക് എപ്പിക് കാർഡിൻ്റെ ഒരു ലെജൻഡ് അസംബിൾ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ട്. സോ ഇതിൽ നമുക്ക് എന്തായാലും ഷുവറായിട്ടൊരു എപ്പിക്ക് കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. സോ അവർ ഒരു 15ഓളം എപ്പിക്കാണ് ഇതിലുള്ളത്. അപ്പോൾ ഫസ്റ്റുള്ള എപ്പിക്കിനെ അവർ റിവീൽ ചെയ്തിട്ടുണ്ട്. കക്കയുടെ കാർഡാണ്, ഒരു 97 പോകുന്ന ഒരു കക്കയുടെ കാർഡാണുള്ളത്. അപ്പോൾ അതും നമുക്ക് ഒരു ഇവൻറ്റ്സ് കളിച്ച് നമുക്ക് സെറ്റാക്കി എടുക്കാവുന്നതാണ്. പിന്നെ നെക്സ്റ്റ് നമുക്ക് മാനേജർ പാക്കിൽ ഒരു അടിപൊളി മാനേജർ വന്നിട്ടുണ്ട്. നമ്മുടെ പോർച്ചുഗലിൻ്റെ മാർട്ടിനസ് വന്നിട്ടുണ്ട്. സോ ഹീസ് എ ലോങ് ബോൾ കൗണ്ടർ മാനേജർ വിത്ത് 89 പ്രൊഫിഷ്യൻസി. ഓക്കെ, അപ്പോൾ അടിപൊളി മാനേജർ തന്നെ ആയിരിക്കും. പിന്നെ നമുക്ക് ഫോർവേഡ് പ്ലേയേഴ്സിനാണ് എക്സ്പീരിയൻസ് പോയിൻ്റ് കൂടുന്നത്. ആൻഡ് ഓൾസോ ബോൾ കൺട്രോൾ, അതുപോലെ തന്നെ അഗ്രഷൻ, നല്ല രീതിയിൽ പ്രസ് ചെയ്ത് കളിക്കാൻ പറ്റുന്ന ഒരു മാനേജർ തന്നെയായിരിക്കും. പിന്നെ ബോൾ കൺട്രോളിനും ബൂസ്റ്റർ വരുന്നുണ്ട്. സോ നല്ലൊരു കിടലൻ ഒരു മാനേജർ തന്നെയായിരിക്കും. 500 കോയിൻസിൻ്റെതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് പെലേനൊക്കെ എടുത്തിട്ട് കോയിൻസൊക്കെ ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ മാനേജർ എടുക്കാൻ നോക്കുക. കാരണം നമുക്കൊരു 83 ദിവസത്തോളം ഈ ഒരു മാനേജർ ഉണ്ട് ഇവിടെ. സോ അതാണ് ഈ ഒരു മാനേജർ പാക്കിൽ വന്നിട്ടുള്ള പുതിയ മാനേജർ. സോ അത്രയ്ക്കാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. സോ
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി അമർത്തുക. ഓക്കെ, നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം. സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ ബൈ.